ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ട് ഇരിക്കുന്നു. ഇന്ന് എഗെയിൻ ഒരു മോർണിംഗ് വ്ലോഗാണ്. ഇന്ന് ഇവക്കുട്ടിക്ക് ഹോളിഡേ ആണ് കേട്ടോ. എന്നിട്ടും ഞാൻ അത്യാവശ്യം നേരത്തെ ഉറക്കെഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ടു സ്റ്റാർട്ട് മൈ ഡേ. ഗുഡ് മോർണിംഗ് മാം. മാമോ? ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഗുഡ് മോർണിംഗ് എവരിവൺ. ഇന്ന് രാവിലെ തന്നെ വ്ളോഗ് ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിച്ച് ഓൾറെഡി പ്ലാൻ ചെയ്തൊക്കെ വെച്ചിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇദ്ദേഹം രാവിലെ തന്നെ എഴുന്നേറ്റും വന്നു. ഇത്ര നേരത്തെ എഴുന്നേക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. നേരത്തെ എഴുന്നേറ്റ് വന്നു. ഇന്ന് ആക്ച്വലി ഇവന് ഹോളിഡേ ആണല്ലേ ഇവ? ഇന്ന് ഹോളിഡേ ആണ്. ഇന്നിവിടെ എഡ്യൂക്കേഷണൽ സ്ട്രൈക്കായിട്ട് ഞാൻ പോത്തില്ല. കുട്ടിക്ക് ഇന്ന് ഹോളിഡേ ആണ്. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് ആക്ച്വലി പതുക്കെ എഴുന്നേറ്റാൽ മതി. പക്ഷെ ഞങ്ങൾ നേരത്തെ എണീറ്റു. ചുമ്മാ എന്നിട്ട് ഒന്നിങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരിക്കുവാണ്. സോ യാ, വെൽക്കം ബാക്ക് ടു മൈ യെറ്റ് അനദർ മോർണിംഗ് വ്ലോഗ്. സോ ആസ് യൂഷ്വൽ ഡേ സ്റ്റാർട്ട് ചെയ്തത് കുറേ നേരം മുറ്റത്ത് സ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ മുറ്റത്ത് നിൽക്കുന്ന ചെമ്പകത്തിൻ്റെ പൂവാണ് കേട്ടോ. ചെമ്പകമാണെന്ന് തോന്നുന്നു അത്. പിന്നെ അത്യാവശ്യം മുല്ലയൊക്കെ പൂത്ത് നിൽപ്പുണ്ട്. ഇത് വന്നിട്ട് കലാത്തിയ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നൊരു ചെടിയാണ്. ഇത് ആക്ച്വലി ഞാൻ ഈ കുട്ടീനെ ഒരിക്കൽ സ്കൂളിൽ കൊണ്ടാക്കാൻ പോയിട്ട് വരുമ്പോൾ കളക്ട് ചെയ്തിട്ട് വന്നതാണ് കേട്ടോ. ഒരു വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന കണ്ടിട്ട് അവിടെ നിന്ന് ഞാൻ ചോദിച്ചിട്ട് കുറച്ച് കളക്ട് ചെയ്തിട്ട് വന്നതാണ്. അപ്പോൾ അതൊക്കെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ കുട്ടി നമ്മുടെ സിറ്റ് ഔട്ടിലിരുന്നിട്ട് പെയിൻറ്റ് ചെയ്തിട്ടൊക്കെ ഇരിക്കുവാണ്. ഇനി പതുക്കെ നമുക്ക് കിച്ചണിലേക്ക് കയറാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മെനു വന്നിട്ട് ഇഡ്ഡലി ആൻഡ് ചമ്മന്തിയാണ്. അപ്പോൾ അതിന് മുന്നേ എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. രാവിലെ ഒരു ചായ വെച്ചു. ചായ ആയിട്ട് ഞാൻ പോയിരിക്കുന്നത് ഇന്നത്തെ കാര്യങ്ങൾ കുറച്ചൊന്ന് പ്ലാൻ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്ന് എന്ത് കണ്ടൻറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ചെറുതായിട്ടൊന്നും ഞാനൊന്ന് പ്ലാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പോൾ റീസെൻ്റ്ലി ആണ് ഞാൻ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കുട്ടി, ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്നറിയോ? ഇന്ന് കുട്ടിയുടെ ഫേവറേറ്റ് ഇഡ്ഡലി സാമ്പാറും ഉണ്ടാക്കാം. കുക്കിങ്ങിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നൊരു പരിപാടിയാണ് ഇത്. വേറൊന്നുമല്ല, തലേന്ന് അരച്ച് വെച്ച മാവ് നല്ല രീതിയിൽ ഫെർമൻറ്റഡ് ആയിട്ട് പുളിച്ച് പൊങ്ങിയിരിക്കുന്ന കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനപ്പുറമാണ് കേട്ടോ. അപ്പോൾ അത് ഇന്ന് രാവിലത്തെ ഇഡ്ഡലിക്കുള്ള മാവാണ് കേട്ടോ ഞാൻ അതിൽ നിന്ന് പകർന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നത്. ഞാൻ മാവ് അരയ്ക്കുമ്പോഴേക്കും ഒരു 3 ദിവസത്തേക്കൊക്കെ കണക്കാക്കിയാണ് കേട്ടോ അരച്ച് വെക്കുക. അപ്പോൾ എന്തായാലും ആദ്യത്തെ ദിവസം ഇഡ്ഡലി തന്നെയായിരിക്കും. പിന്നെ അതിൽ കുറച്ചുകൂടി വെള്ളം യൂസ് ചെയ്തിട്ടാണ് ഞാൻ ദോശയ്ക്ക് എടുക്കുക കേട്ടോ. അതുകൊണ്ട് അതിന് രണ്ടിനും പാകമാവുന്ന രീതിയിലാണ് ഞാൻ മാവ് അരച്ച് വെക്കാറ്. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ. സാധാരണ പതിവ് വെള്ളച്ചമ്മന്തിയും സാമ്പാറും ഒക്കെയാണ് കേട്ടോ. ഇന്നൊരു വെറൈറ്റിക്ക് ഞാൻ ചുമന്ന ചമ്മന്തിയാണ് വെച്ചിരിക്കുന്നത്. ഇതും നല്ല ടേസ്റ്റാണ്. എനിക്ക് ചില സമയം ഇത് കഴിക്കാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ നല്ല സോഫ്റ്റ് ഇഡ്ഡലി റെഡിയാണ്. മീൻ വയൽ ഞാൻ ഓടിപ്പോയി ഇവക്കുട്ടീനെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ആക്ച്വലി ഒരു വലിയ ചടങ്ങാണ് ഇവനെ കുളിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവക്കുട്ടിക്ക് ഫുഡ് കൊടുക്കാൻ പോവുകയാണ്. ഇവക്കുട്ടിക്കും ഇഡ്ഡലി ചമ്മന്തി കൂടി എടുത്തു. പക്ഷേ ഈ ചമ്മന്തി കണ്ടപ്പോൾ ആശാൻ എന്നോട് വന്ന് ചോദിച്ചായിരുന്നു, ഇതെന്താ അമ്മ ഈ കളറിലെ ചമ്മന്തി, സാധാരണ വൈറ്റ് അല്ലേ കൊടുക്കാറ് എന്ന് പറയും. അപ്പോൾ ഞാൻ കഴിച്ച് നോക്കൂ, ടേസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആശാന് ഇഷ്ടമായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മുഖത്ത് കാണാമെന്ന് തോന്നുന്നു. എനിക്ക് പക്ഷേ ഒരു അഡീഷണൽ കറിയും കൂടി ഉണ്ട് കേട്ടോ. ഇന്നലെ വെച്ച പൊട്ടറ്റോ കറിയാണ്, അതും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്.
അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഗാർഡൻ പരിപാടിയുണ്ട്. ഒന്ന് വെള്ളമൊക്കെ തളിച്ച് ഉണങ്ങി നിൽക്കുന്ന ലീവ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ആക്കി കൊടുക്കുവാണ് കേട്ടോ. അപ്പോഴും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ മണി പ്ലാന്റിൻ്റെ കുറച്ച് സ്ട്രാൻസ് ഒക്കെ അത്യാവശ്യം വലിപ്പത്തിൽ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചു മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഇച്ചിരി വെള്ളമൊക്കെ തളിച്ച് കൊടുക്കുവാണ്. ഇത് ഞാൻ റീസെൻ്റ്ലി നട്ടുകൊടുത്ത കുറച്ച് ചെമ്പരത്തിയുടെ കമ്പുകളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ജസ്റ്റ് വാട്ടർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ ക്യാറ്റ്സ് ക്ലബ് ഒക്കെ പോയി ഒന്ന് നോക്കി. അതിനകത്തൊരു കിളിക്കൂടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പോയി ഒന്ന് നോക്കിയത് കേട്ടോ. എന്നിട്ട് ഞാൻ നേരെ അകത്ത് കയറിയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള മണി പ്ലാന്റ് ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി റബ്ബർ ബാൻഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കെട്ടി വെക്കുമ്പോൾ നല്ല ഭംഗിക്ക് ഇരിക്കും. അങ്ങനെ ഞാൻ വീട്ടിലിരുന്ന ഒരു പഴയ കോളാമ്പിയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു മോർണിംഗ്. ഹോപ്പ് യു ആൾ ലൈക്ക് ദിസ് വീഡിയോ. ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. സോ സീ യു ഗൈസ് ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.